വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് വിജയമർജി സാറ്, അബ്ദുൽ സാറ്, ഉദയല മാഡം, നിങ്ങൾ നടത്തുന്ന സ്പോർട്സ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടാണ് ഈ സ്പോർട്സ് ഫെസ്റ്റ് നടത്തുന്നത്. അജയകുമാർ സാറുണ്ട്. തിരുവനന്തപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റി ഗവൺമെന്റിന്റെ ആക്ട് പ്രകാരം സ്ഥാപിതമായ 2020 സ്ഥാപിതമായതാണ്. ഇതുവരെ 54,000 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. 29 പ്രോഗ്രാം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും അവിടെ ഏത് കോഴ്സും പ്രായഭേദമന്യേ ജോയിൻ ചെയ്യാനുള്ള പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളുണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ അപേക്ഷിച്ച് ഞങ്ങൾ തിരുവനന്തപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റി റെഗുലർ സ്റ്റുഡൻസിന് പഠിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റെപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് പ്രകാരം നമ്മൾ ആർട്സ് ഫെസ്റ്റിവൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാർച്ചിൽ നടത്തി. 2 മാസം മുമ്പ് കൾച്ചറൽ ഫെസ്റ്റ് നടത്തി. അതിന്റെ സക്സസ്, നമ്മുടെ മോട്ടിവേഷൻ, അതിന്റെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും സ്പോർട്സ് ഫെസ്റ്റ് ജനുവരി 31 ഫെബ്രുവരി 1 നടത്തുന്നത്. നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത് ഇന്ത്യ കേരളയാണ്. അതുകൊണ്ട് ആളാവട്ടെ കേരളയിലുള്ള ലേണേഴ്സ് ഈ സ്പോർട്സ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന ഏകദേശം ഒരു 800 കാൻഡിഡേറ്റ് നമ്മുടെ വിവിധ ഐറ്റങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ജനുവരി 31 655 പേര് പങ്കെടുക്കുന്നു. ജനുവരി 31 രാവിലെ 9 മണിക്ക് 8:30 ബഹുമാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബാബുവിയെ ഉദ്ഘാടനം ചെയ്യുന്ന ഫെസ്റ്റിവലിൽ ബഹുമാനപ്പെട്ട MLA ആന്റണി രാജു സാറ് പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ നാഷണൽ അവാർഡ് ജേതാവായ ശ്രീ KC ലേഖ ദീപശിവ തെളിയിക്കുന്നുണ്ട്. കൂടാതെ സ്പോർട്സ് ആൻഡ് യൂത്ത് ഫെസ്റ്റിവൽ അഫയർ ഡയറക്ടർ കൃഷ്ണരാജ് IAS പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ സമാപന സമ്മേളനം ഫെബ്രുവരി 1 വൈകുന്നേരം 5 മണിക്ക് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ER അനിൽ സാറ് അധ്യക്ഷത വഹിക്കുന്നതും ബഹുമാനപ്പെട്ട ട്രിവാൻഡ്രം കോർപ്പറേഷൻ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, ബഹുമാനപ്പെട്ട MLA K പ്രകാശ് എന്നിവ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ മീറ്റ് നടത്തുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടു കൂടിയാണ്. അതിന് നേതൃത്വം വഹിക്കുന്നത് ഡോക്ടർ അജയകുമാർ സാറാണ്. വിവിധ പ്രായത്തിലുള്ള പഠനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വർണ്ണാഭമായ ഒരു മാസ്റ്റർ ക്ലാസ് കൂടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞത് പ്രായഭേദമന്യേ ആർക്കും പഠിക്കാം. അതുകൊണ്ട് നമ്മൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനനുസരിച്ച് 3 കാറ്റഗറിയാണ് നമ്മൾ. 25 വയസ്സിന് താഴെയുള്ളതും, 26 തൊട്ട് 35 വയസ്സ്, പിന്നെ 36 വയസ്സ് തൊട്ട് 50 വയസ്സ്, പിന്നെ 51 വയസ്സിന് മുകളിലുള്ള ഇങ്ങനെ കാൻഡിഡേറ്റുകളാണ്. അതുപോലെ 25 വയസ്സിൽ താഴെയുള്ള അവർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്റർസ്റ്റേറ്റിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കായിക മേളയുടെ ആവശ്യമായ 100 മീറ്റർ ഓട്ടം ഉൾപ്പെടെ 200, 400, 800, 1500, 5000, 400 മീറ്റർ റിലേ, 400 മീറ്റർ റിലേ തുടങ്ങി ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ജമ്പ്, ഷോർട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, 300 മീറ്റർ, 5 കിലോമീറ്റർ, 3 കിലോമീറ്റർ, 5 കിലോമീറ്റർ നടത്തി എന്നിങ്ങനെ വിവിധ വ്യത്യസ്ത ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ 2 ദിവസങ്ങളായി നടത്തുന്നുണ്ട്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷന്റെയും തിരുവനന്തപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റി അത്ലറ്റ് മീറ്റ് 2025 ചട്ടങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത്. ആദ്യം നടത്തിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കലോത്സവം നടത്തി. അന്താരാഷ്ട്ര സാംസ്കാരിക സമ്മേളനം 4 ദിവസം ഭയങ്കര വിജയമായിരുന്നു. അതിനാൽ അതിന്റെ സംഘാടക മികവും ജനപ്രിയതയും സ്വീകാര്യതയും കൈമുതലാക്കിയാണ് ഞങ്ങൾക്ക് നടത്താനുള്ള ആത്മവിശ്വാസം വരുന്നത്. നമ്മൾ അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന കുട്ടികൾക്കുള്ള അക്കോമഡേഷനും എല്ലാം പ്രോഗ്രാമും റൂൾസും എല്ലാം റെഡി ആയിട്ടുണ്ട്. പ്രോഗ്രാം 31 സ്റ്റാർട്ട്, രാവിലെ 6 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. 1-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ടീച്ചറാണ് അതിന്റെ കൺവീനർ. ഫസൽ സാറാണ് കോർഡിനേറ്റർ. പ്രോഗ്രാം കൺവീനർ ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് സാറാണ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പറഞ്ഞതിൽ നിന്ന് കൂടുതലായി ഈ അത്ലറ്റിക് മീറ്റിനെ കുറിച്ച് പറയാൻ 1-2 കാര്യങ്ങളാണുള്ളത്. കേരള സർക്കാർ ആദ്യമായി ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് പഠനം നിർത്തിയവർക്കും അതുപോലെ പല പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വീണ്ടും പഠനത്തിലേക്ക് വരണം എന്നുള്ള ഒരു വലിയ വിഭാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്.
സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ഒരു ഉദ്ദേശം കൂടി നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനത്തിന്റെ പിറകിലുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 4 വർഷക്കാലമേ ആയിട്ടുള്ളൂ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉള്ളതെങ്കിലും ഇന്ത്യയിലെ മറ്റു ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലേക്ക് വെച്ച് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ലോകത്ത് അല്ലെങ്കിൽ ഭാരതത്തിൽ എന്തായാലും മറ്റൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ചെയ്യാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ കലോത്സവമായാലും ഈ നവംബറിൽ നടത്തിയ 4 ദിവസം നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര ഫെസ്റ്റ് ആയാലും ഇപ്പോൾ ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിൽ നടത്താൻ പോകുന്ന നമ്മുടെ അത്ലറ്റിക് മീറ്റ് ആയാലും ഇതൊക്കെ ഏറെ പുതുമയുള്ള ഒരു നടപടിയായിട്ടാണ് കേരളീയ സമൂഹം എടുത്തിട്ടുള്ളത്. എപ്പോഴും ദൃശ്യ മാധ്യമങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കുകയും ആവശ്യമായ പ്രോത്സാഹനങ്ങൾ തരികയും ചെയ്തിട്ടുണ്ട്. എംപവറിംഗ് മൈൻഡ്സ് ആൻഡ് എനർജൈസിംഗ് ബോഡി എന്നുള്ളതാണ് നമ്മുടെ ഒരു മുദ്രാവാക്യം തന്നെ. നമുക്ക് തന്നെ അറിയാം, മനസ്സുകൾ ശാക്തീകരിക്കപ്പെടേണ്ടതും അതുപോലെ ആരോഗ്യമുള്ള ശരീരവും ഒക്കെയാണ് സമൂഹത്തിന് വേണ്ടുന്നത്. പക്ഷെ 50 വയസ്സ് കഴിയുമ്പോഴേക്കും അത്തരത്തിലുള്ള മനുഷ്യരെ നമ്മൾ ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അവരെ പഠിക്കാനും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയിൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ട് അല്ലെങ്കിൽ കരുതൽ ഒപ്പം ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബാക്കി ഞങ്ങളുടെ കൂടെയുള്ളവർ പറയും. 13 ഐറ്റംസിലാണ് ഈ അത്ലറ്റിക് മീറ്റ് നടക്കുന്നത്. ഇതില് നേരത്തെ സൂചിപ്പിച്ച പോലെ 5 കാറ്റഗറി ആയിട്ടാണ് ഇത് നടക്കുന്നത്. കാരണം പല ഏജിലുള്ള, കാരണം 18 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ള ആളുകൾ നിങ്ങളുടെ സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കീപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി വാസ്തവത്തിൽ ഇന്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിൽ മറ്റേ 25 വയസ്സിന് താഴെയുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയും. അതൊരു കാറ്റഗറി ആയിട്ടുണ്ട്. മറ്റ് ഏജിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ 654 പാർട്ടിസിപ്പന്റ് മൊത്തമുണ്ട്. അതിൽ 170 വനിതകൾ പങ്കെടുക്കുന്നു. അതുപോലെ 2 ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. 3 പേരുണ്ടെങ്കിൽ മാത്രമേ ഒരു ഐറ്റം നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ അത്ലറ്റിക് റൂൾ. അപ്രകാരമാണ് നടത്തുന്നത്. പക്ഷേ റിലേയിലും മറ്റുമൊക്കെ നമ്മൾ മിക്സഡ് റിലേയിലും മറ്റുള്ള ട്രാൻസ്ജെൻഡറിന്റെ അവസരം കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഒരു ഓപ്പൺ സർവകലാശാലയും ഇതുവരെയും ഇങ്ങനെ അവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടി ഒരു അത്ലറ്റിക് മീറ്റ് നടത്തിയിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഓപ്പൺ സർവകലാശാല ഇങ്ങനെ ആ സ്റ്റുഡൻസിന് ഒരു അത്ലറ്റിക് മീറ്റില് നമ്മൾ വാസ്തവത്തിൽ 2 ഗെയിമും കൂടെ നടത്തണമെന്നായിരുന്നു ഉദ്ദേശം. തുടക്കം നിലയിൽ ഈ വർഷം അത്ലറ്റിക് മീറ്റ് മാത്രം നടത്താനാണ് തീരുമാനിച്ചത്. ഇങ്ങനെ ഒരു സൗകര്യം ഒരുങ്ങുന്നത്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് പിന്നീട് കലോത്സവം നടത്തിയായിരുന്നു യുവജനങ്ങൾക്കുള്ളത്. ഒരു പ്രധാനപ്പെട്ട ഒരു പത്രത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ, പത്രത്തിലെ ഒരു പത്രപ്രവർത്തകനാണ് ഞങ്ങളെ ഒരു കലാതിരമായി തന്നെ അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും കായിക മത്സരങ്ങളിലും ഞങ്ങൾ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും പങ്കെടുക്കുന്നുണ്ട്. പത്രക്കാരും എല്ലാ ഈ കായിക മത്സരത്തിൽ ഞങ്ങളുടെ സ്റ്റുഡൻസാണ് അവർ പങ്കെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഏവരുടെയും സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിനെ കൂടി തന്നെ ഇപ്പോഴും കിട്ടണമെന്നും ഇനിയും കിട്ടണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകതകൾ വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിതാക്കൾക്ക് സാധാരണഗതിയിൽ ലഭിക്കാത്ത അവസരങ്ങളാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നമ്മുടെ കേരളത്തിലുള്ളതായ പഠിതാക്കൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, അവിടെ സൂചിപ്പിച്ചതുപോലെ 18 വയസ്സ് മുതൽ 83 വയസ്സ് വരെയുള്ളതായ പഠിതാക്കൾ ഇതിനകത്ത് പഠിക്കുന്നു. ഒപ്പം ഇതിനൊക്കെ ഭാഗമാക്കാവുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന രീതിയിൽ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് ഡയറക്ടറേറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തം. ഈ 2 ദിവസത്തെ മത്സരങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് അവരുമായി സഹകരിച്ച് മുമ്പോട്ട് പോവുകയാണ്. എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത് ദൃശ്യമാധ്യമ പ്രവർത്തകർ മറ്റു യൂണിവേഴ്സിറ്റികളുടേതായ അത്ലറ്റിക് മീറ്റിൻ്റെതായ എല്ലാ ചാരിറ്റിയോടും കൂടി തന്നെ ഈ മത്സരത്തിൻ്റെതായ നല്ല രീതിയിലുള്ളതായ അവതരണം നമ്മുടെ പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള മീഡിയകളിലൂടെയും നൽകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത്. കാരണം ഇത് ഒരു പ്രചോദനമാണ്. പുതിയ വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ യൂണിവേഴ്സിറ്റികൾക്കൊന്നും അവസരം ലഭിക്കാതെ മറ്റു തൊഴിലുകളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന പഠിതാക്കൾക്ക് ഇത്തരം രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളിലൂടെയാണ് കേരളം മുഴുവൻ അറിയേണ്ടത്. അതിനുള്ളതായ സഹായം അഭ്യർത്ഥിക്കണം. താങ്ക് യു. ബിജു കെ മാത്യു, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആദ്യമായി സ്പോർട്സ് മീറ്റ് നടത്താൻ തീരുമാനിക്കുന്നു എന്ന വലിയ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.
നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഇവിടെ പറഞ്ഞ പോലെ വളരെ ചെറിയ കാലയളവ് കൊണ്ടാണ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഓപ്പൺ സർവകലാശാലകളുടെ നിരയിലേക്ക് വളരെ പെട്ടെന്ന് ഉയർന്നു വന്നത്. 2 വർഷമേ ആയിട്ടുള്ളൂ നമ്മൾ അക്കാഡമിക് കോഴ്സുകൾ ആരംഭിച്ചത്. ആ 2 വർഷത്തിന് ഉള്ളിൽ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് MA പാസ് ഔട്ട് ആകാൻ പോവുകയാണ്. അവരുടെ ക്ലാസ്സും പരീക്ഷയും എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവരുടെ റിസൾട്ട് ഉടനെ തന്നെ വരുന്നു. അപ്പൊ അങ്ങനെ 2 വർഷക്കാലമേ അക്കാഡമിക് പ്രവർത്തനത്തിൽ യൂണിവേഴ്സിറ്റി എത്തിയുള്ളൂ എങ്കിലും മറ്റ് സർവകലാശാലകളിലെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പറഞ്ഞതുപോലെ മറ്റ് സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്ക് പാഠ്യേതര പ്രവർത്തനങ്ങളായി എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടോ അതെല്ലാം നമ്മുടെ സർവകലാശാലയിൽ കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതിന്റെ ഭാഗമായി സ്പോർട്സ് ഫെസ്റ്റിവൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു, ആർട്സ് ഫെസ്റ്റിവൽ നടത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പൊ ആ നിലയിൽ വളരെ മികച്ച വിദ്യാഭ്യാസം നൽകാൻ നമ്മുടെ സർവകലാശാലയ്ക്ക് കഴിയുന്നു എന്ന സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നതിനോടൊപ്പം രാജ്യത്തെ എന്നല്ല ഒരുപക്ഷെ ലോകത്തിലെ മറ്റൊരു സർവകലാശാലയും നാളിതുവരെ ചിന്തിക്കാത്ത സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ സർവകലാശാല കടക്കുകയാണ്. നമ്മുടെ സർവകലാശാലയിലെ പഠിതാക്കളായി വരുന്ന വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് വെച്ചു കൊടുക്കാൻ ഒപ്പം എന്ന ഒരു ഭവന പദ്ധതി സർവകലാശാല ആവിഷ്കരിച്ച് നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിലാകെയുള്ള നമ്മുടെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ നമ്മുടെ സർവകലാശാലയിൽ പഠിതാക്കളായുള്ള കേരളത്തിലാകെയുള്ള 15 ആളുകൾക്ക് നമ്മൾ വീട് വെക്കാണ്. വീടില്ലാത്ത 15 പേരെ നമ്മുടെ സർവകലാശാലയിൽ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ. അവർക്കെല്ലാം വീട് വെച്ച് നൽകുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയിലുള്ള മനോജിന് നമ്മൾ വീട് അനുവദിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധിക്കുന്ന വളരെ വിശദമായ കേരളത്തിലാകെയുള്ള ഏറ്റവും അർഹരായിട്ടുള്ള ആളുകളാണ്. പിന്നെ അവർക്ക് കൊല്ലത്താണെങ്കിൽ 2 വീട് 2 പേർക്കാണ്. ഇപ്പോൾ പറഞ്ഞാൽ ആപ്ലിക്കേഷനകത്ത് നിന്ന് ജില്ല നോക്കിയോ മറ്റോ ഒന്നും നമ്മളൊരു ആപ്ലിക്കേഷനും റിജക്ട് ചെയ്തില്ല. അർഹതയുള്ള എത്ര പേരുണ്ടോ അത്രയും പേർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത്. അപ്പൊ അത് ഒരാൾക്ക് 6 ലക്ഷം രൂപ വീതമാണ് നമ്മൾ വീടിന്റെ ഭാഗമായി നൽകുന്നത്. അപ്പൊ അവരെല്ലാവരും വീട് പണി പുരോഗമിച്ചു വരുന്നു. ഫെബ്രുവരി മാസം ഒരു 15-ന് മുമ്പ് അതിന്റെ താക്കോൽ ദാനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പങ്കാളിത്തവും ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ എല്ലാവിധമായ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇപ്പോ ഇന്ന് അത് സംബന്ധിക്കുന്ന ഒരു പത്രക്കുറിപ്പ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ PRO തയ്യാറാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പം അതുകൂടി നിങ്ങൾ ഇതിന്റെ ഭാഗമായി കൊടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും ഈ സ്പോർട്സ് മീറ്റിന് എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.